Hello friends, അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വണ്ടിയുടെ സർവീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ടു മോട്ടോമാനിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യാം. അതിനൊന്നൊരു വിഷമമില്ല. സംശയമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്തമില്ലാത്തൊരു ഉപകാരമാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എൻ്റെ ജിക്സറിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ 22,000 അടുത്ത സർവീസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് റീപ്ലേസ്മെൻറ്റ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ സ്പാർക്ക് പ്ലഗും ഇതിൻ്റെ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും ഒക്കെ മാറ്റിയാണ്. ഇപ്രാവശ്യം അത്രയും റീപ്ലേസ്മെൻറ്റ് വരുന്നില്ല, ക്ലീനിങ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എഞ്ചിൻ ഓയിൽ എന്തായാലും മാറ്റുന്നുണ്ട്. അപ്പോൾ മൊട്യൂളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ലാസ്റ്റ് അക്സസിൻ്റെ ചെയ്തപ്പോഴും മൊട്യൂൾ യൂസ് ചെയ്ത്. അപ്പോൾ ഈ മൊട്യൂളിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഗിയർ ബോക്സ് പൊതുവെ വണ്ടിയുടെ ഒരു ടൈറ്റ് വരുന്നുണ്ട്. അത് ഈ മൊട്യൂൾ ഉപയോഗിക്കുമ്പോൾ വളരെ കുറയും. കാരണം ഇത് സെമി സിന്തറ്റിക് ആണ്. ഫുള്ളി സിന്തറ്റിക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇത് സെമി സിന്തറ്റിക് ആണ്. നമുക്കിപ്പോൾ അതിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ. അതുകൊണ്ട് സെമി സിന്തറ്റിക് ഉപയോഗിക്കുന്നത്. ഞാൻ 5000 കിലോമീറ്ററിലാണ് മാറ്റുന്നത്. അപ്പോൾ അത് 10W40 കമ്പനി റെക്കമെൻഡഡ് ഗ്രേഡാണ് വരുന്നത്. മൊട്യൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പോകണം. അതാണ് ആദ്യത്തെ പ്രൊസീജിയർ. അപ്പോൾ സ്പാർക്ക് പ്ലഗ് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഈ കിറ്റ് അഴിച്ചാൽ സൗകര്യമായിട്ട് അല്ലാണ്ട് അഴിക്കാൻ പറ്റും. പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ കിറ്റ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് അഴിക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യം ഇവിടെ കിറ്റിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. അത് അഴിക്കണം. അതിന് ടയർ അങ്ങോട്ടും തിരിച്ച് വെക്കാം. പിന്നെ ചെറിയ സ്ക്രൂ ഡ്രൈവർ വേണ്ടി വരും. അടുത്ത ഈ 2 അലൻ കീ സ്ക്രൂകൾ അഴിക്കണം. ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റാർ സ്ക്രൂ വരുന്നുണ്ട്. അത് ഇവിടെ കിട്ടിയ ഏകദേശം ഇത് 2 പീസായിട്ടായിരുന്നു. അതിൻ്റെ ഇവിടെ ഒരു ജോയിൻ്റ്, ഇതിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ വരുന്നുണ്ട്. ഇങ്ങനെ കാണിച്ചു, ഇവിടെയാണ് ആ സ്ക്രൂ വരുന്നത്. അത് അഴിക്കണം. ഒരു റൈറ്റ് ആംഗിൾ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഈ പണി എളുപ്പമാണ്. ഈ റാച്ചറ്റ് ടൈപ്പ് അതേ ടൈപ്പ് ഒരു സ്ക്രൂ ഇവിടെ ഒരു ജോയിൻ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. 2 കിറ്റുകൾ തമ്മിലുള്ള ജോയിൻ്റാണ്. അപ്പോൾ അത് അഴിക്കണം. കുറച്ച് പണിയാണ് കേട്ടോ. കിട്ടി, സാധനം കിട്ടി. ഈ പീസ് നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഇവിടെ ക്ലിപ്പുകളാണ് വരുന്നത്. താഴോട്ട് വലിക്കുന്നതാണ്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വയേഴ്സ് ഒന്ന് അഴിച്ചു വെക്കുക. ഞാൻ ഓൾറെഡി എക്സ്ട്രാ ഫിറ്റിംഗ് ആയതുകൊണ്ട് അഴിക്കാൻ എളുപ്പമാണ്. അഴിച്ചിരിക്കുകയാണ്, മാറ്റി വെച്ചിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് അഴിക്കാനുള്ള ടൂളാണ് ഇത്. കമ്പനി ടൂൾ കിറ്റിൽ വരുന്ന ഈ റെഞ്ചാണ് സ്പാർക്ക് പ്ലഗ് അഴിക്കാനുള്ളത്. പിന്നെ ഈ ഓപ്പൺ സ്പാനറും, അതായത് ഇതിലാണ് ഇതിങ്ങനെ പിടിക്കുന്നത്. കാണിച്ചത്. അപ്പോൾ ഇതാണ് സ്പാർക്ക് പ്ലഗിൻ്റെ സ്പോട്ട്. സ്പാർക്ക് പ്ലഗ് ഈ പ്ലഗ് നമ്മൾ ഊരിയെടുക്കുന്നു. ഇതാണ് സ്പാർക്ക് പ്ലഗ് വരുന്നത്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് ഇപ്രാവശ്യം റീപ്ലേസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്ത് വിടുകയാണ്. റെഞ്ചിടുന്നു. ആൻറ്റി ക്ലോക്ക് വൈസ് ലൂസ്. ഇപ്പോൾ ലൂസായിട്ട് ഇതിൽ തന്നെ നമുക്കിങ്ങനെ കൈ കൊണ്ട് തിരിച്ച് ലൂസാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുത്തെ പൊടിയൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. ഊതാൻ നിൽക്കരുത്, ഊതിയാൽ ചിലപ്പോൾ അകത്തോട്ട് പോകും. നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഇപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്ത് ഈ ബ്ലാക്ക് കാണുന്നതൊക്കെ കാർബൺ ഡെപ്പോസിറ്റ് ആണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടാം.
ക്ലീൻ ചെയ്യാൻ ഞാൻ ഡീസലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഡീസൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ക്ലീൻ ക്ലോത്ത് എടുത്തിട്ട് തുടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്യാപ്പുകളൊക്കെ നന്നായിട്ട് തുടയ്ക്കുക. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഡീസൽ അടിച്ചിട്ട് ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ടൊന്ന് ഉരച്ചു വിടുക. ഒരു സേഫ്റ്റി പിൻ, എന്തെങ്കിലും സൂചി പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ചു വിടാം. എന്തായാലും സ്പാർക്ക് പ്ലഗിന് കാര്യമായിട്ട് ക്ഷതം ഏറ്റിട്ടില്ല. ഞാൻ മുമ്പ് മാറ്റിയ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷനും ഈ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷനും നോക്കുമ്പോൾ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. കാർബൺ ഡെപ്പോസിറ്റ്സ് ക്ലീൻ ചെയ്യണം, അതാണ് മെയിനായിട്ട്. കരി പോലെ ഇരിക്കുന്ന സംഭവം അതിങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇത്ര വേണ്ട, നമുക്കിനി തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. തിരിച്ച് കൈ കൊണ്ട് തിരിച്ച് മാക്സിമം പറ്റാവുന്നത്രയും ടൈറ്റ് ചെയ്യാം. എന്നിട്ട് റെഞ്ചിടാം. കൈ കൊണ്ട് തന്നെ മാക്സിമം തിരിച്ച് ഉള്ളു വരെ കയറ്റാം. ഇപ്പോൾ കയ്യിൽ ഫുൾ ടൈറ്റായി. ഇനി സ്പാനർ ഉപയോഗിച്ച് ജസ്റ്റ് ചെറിയൊരു തിരി ടൈറ്റ് കൊടുക്കുക. ഇത് ഒന്നാമത് പഴയ സ്പാർക്ക് പ്ലഗ് ആയതുകൊണ്ട് ഒരുപാട് തിരിയുടെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു തിരി ശരിക്കും ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. ഓക്കെ, ഈ ടൈറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. ഇനി അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഗ്യാപ്പുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇനി അടുത്ത് ക്ലീൻ ചെയ്യാനുള്ള ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടാം. ഇത് തിരിച്ച് തന്നെ ദൂരാൻ പറ്റും. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടാം. ഓക്കെ, ഇനി തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് ഉറപ്പുവരുത്തുക. അങ്ങനെ സ്പാർക്ക് പ്ലഗ് ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് കിറ്റ് ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ട് നമുക്ക് തിരിച്ചിടാം. ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻസ് എല്ലാം നമ്മൾ പഴയ പോലെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തായിട്ട് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ആണ്. എഞ്ചിൻ ഓയിൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ എയർ ഫ്ലോ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ഫില്ലർ ക്യാപ്പ് ഊരിവിടാം.
അപ്പോൾ കറക്റ്റ് എയർ ഫ്ലോ അടക്കം താഴെ ഡ്രെയിൻ ബോൾട്ട് വരുമ്പോൾ നന്നായിട്ട് എല്ലാം ഡ്രെയിനായിട്ട് വരും. ഈ എയർ ഫ്ലോ കറക്റ്റാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഈ മറ്റേ ഫില്ലർ ക്യാപ്പ് ഊരി വെക്കുന്നത്. അപ്പോൾ ഡ്രൈ നെറ്റ് നമുക്ക് ലൂസാക്കി ഇടാം. അതിന് 14 mm ആണ് ആ ഡ്രൈ നെറ്റിൻ്റെ സൈസ്. ഡ്രൈ നെറ്റൊന്നും വേറെ മാറ്റുന്നൊന്നുമില്ല, പഴയ നെറ്റ് തന്നെ തിരിച്ചിടാൻ പോവാണ്. അപ്പോൾ ആദ്യം ഒരു ബേസിൻ താഴെ വെച്ചിട്ട് പഴയ കരുവിൽ പിടിക്കാൻ വേണ്ടി ഒരു ബേസിൻ താഴെ വെച്ചിട്ട് നെറ്റ് ലൂസാക്കി വിടുക. നെറ്റ് ഇങ്ങനെ ഊരി വിടുകയാണ്. നല്ല ചൂട് ഓയിലായിരുന്നു വണ്ടി ഓടിയിരിക്കുന്നുണ്ട്. ഡ്രെയിൻ നെറ്റ് നമുക്ക് തുടച്ച് തിരിച്ചിടുന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ ആക്കി വെക്കാം. 850 മില്ലിയാണ് ഇതിലെ ഓയിലുള്ളത്. ഏകദേശം 1 ലിറ്ററോളം. ഈ സാധാരണ ഇവിടെയാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ വരുന്നത്. ഇതാണ് ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ്. അപ്പോൾ ഇത് അഴിച്ചിട്ട് ഓയിൽ ഫിൽറ്റർ മാറ്റാറുണ്ട്. ഇത് ഇപ്രാവശ്യം മാറ്റണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാറ്റുന്നത് ഇപ്രാവശ്യം മാറ്റുന്നില്ല. ഇതും കൂടെ അഴിച്ച് ക്ലീൻ ചെയ്തിടുമ്പോൾ കുറച്ചുകൂടെ 1 ലിറ്റർ ഓയിലോളം ഇത് ഫില്ലാവാൻ വേണ്ടി വരും. ഇപ്പോൾ ഒരു 850 മില്ലി ഓയിലേ ഉള്ളൂ. അത് താഴോട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഓയിലെല്ലാം പുറത്ത് ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ മുകളിലെ ക്യാപ്പ് ഊരിയിട്ടുകൊണ്ട് തന്നെ ഓയിൽ അത്യാവശ്യം നന്നായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇനി വേണ്ടി ജസ്റ്റ് ഒന്ന് ക്രാങ്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ ഓയിൽ മൊത്തം അങ്ങോട്ട് പുറത്ത് വരും. സ്റ്റാർട്ടാക്കാൻ നിൽക്കരുത്, ജസ്റ്റ് ഒന്ന് സെൽഫ് ഒന്ന് അടിച്ചു വിടുക. മൊത്തം ഓയിൽ താവട്ടാണ്ട് വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓവർ എഞ്ചിൻ കറക്കരുത്. അപ്പോൾ എഞ്ചിന് ഓയിലില്ലാണ്ട് ഒരിക്കലും എഞ്ചിൻ ഓടിക്കാൻ പാടില്ല. ജസ്റ്റ് ഓയിലെല്ലാം പുറത്ത് വരാൻ വേണ്ടി ചെയ്തതാണ്. ഇത്ര മതി. ഓയിലെല്ലാം ഇനി പുറത്ത് വന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചെരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരാനുള്ള ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് വന്നോളും. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓയിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് വരും. ഇത് കഴിഞ്ഞു ഏകദേശം. നമുക്ക് തിരിച്ച് ഡ്രെയിൻ ബോൾട്ട് ഇട്ട് കൊടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ച ഡ്രെയിൻ ബോൾട്ട് തന്നെയാണ്, മാറ്റുന്നൊന്നുമില്ല. കൈ കൊണ്ട് തിരിച്ച് ഫുൾ ടൈറ്റ് ചെയ്ത് സ്പാൻഡറും കൊണ്ട് ചെറിയൊരു ടൈറ്റ് കൊടുക്കാം. $14 mm ആണ് ഇത് സ്പാനർ സൈസ്. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് സെറ്റാക്കി വിടുക മതി. ഇനി പുതിയ ഓയിൽ ഒഴിക്കാം. അതിനായിട്ട് ഒരു ഫണൽ മുകളിൽ വെച്ചിട്ട് നമുക്ക് പുതിയ ഓയിൽ ഒഴിച്ചുവിടാം. നമ്മുടെ മോട്ടീവാണ് നമ്മുടെ താരം. ലിക്വിഡ് മോളിയൊക്കെ ഒന്നുകൂടെ നല്ല ബ്രാൻഡാണ്, പക്ഷേ കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. വലിച്ചു പൊക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫണൽ പോലെ തന്നെ ആയി തന്നെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഇത് വലിച്ച് അതും പൊട്ടിക്കാം. ഇതിൻ്റെ സംഗതി ഒഴിച്ചുവിടാം. പുതിയ ഓയിലിൻ്റെ കളറുണ്ടല്ലോ. പഴയ ഓയിൽ കരി ഓയിലുമായിട്ട് നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ കളറാണ് വരുന്നത്. സെമി സിന്തറ്റിക് ഓയിലാണ്. ഗിയർ ബോക്സ് ഒന്നും കൂടി സ്മൂത്ത് ആവും, അതിലൊരു സംശയമില്ല. അനുഭവസ്ഥനാണ് ഞാൻ. ഈ താഴെ ഇവിടെയാണ് നമ്മൾ ഈ ഗ്ലാസ്സിലാണ് നമ്മൾ ഓയിൽ ലെവൽ നോക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചത്രേ എത്തും. ഇപ്പോൾ മിനിമം പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇത് എംറ്റി, ഇത് ഫുൾ. ഈ 2 പോയിന്റിൻ്റെ ഇടയിലാണ് വേണ്ടത്. പക്ഷേ അത് സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയത്തില്ല. സെൻട്രൽ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ സെൻട്രൽ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് നോക്കുകയാണ്. സെൻട്രൽ സ്റ്റാൻഡിൽ ഒരിക്കലും വണ്ടി ലെവലായിട്ടല്ല നിൽക്കുന്നത്. ഇത് നോക്കി നോക്കാം. ഞാൻ ലെവലായിട്ട് കുറച്ചുകൂടെ ഒഴിക്കാം അല്ലേ? ഉള്ളിലോട്ട് ഒഴിക്കാം അല്ലേ?
സ്റ്റാൻഡ് ഇടുന്നു. ഇതിൻ്റെ ഫുള്ളാവുന്നവരെ ഒഴിച്ചാൽ മതി, അല്ലാണ്ട് ഇതിൽ 850 മില്ലി ഫുള്ള് ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിൽ കുറച്ച് ബാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ടോപ്പ് അപ്പ് ചെയ്യാൻ ഉപയോഗിക്കും. ഇതൊരു 3000 കിലോമീറ്റർ ഓടുമ്പോൾ ഈ വണ്ടിയുടെ ഓയിൽ ലെവൽ കുറയാറുണ്ട്. അത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതേപോലെ. അപ്പോൾ നമുക്കൊന്ന് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ഓയിൽ ബാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് സെൻട്രൽ സ്റ്റാൻഡിൽ നിന്ന് മാറ്റി ലെവലാക്കി പിടിച്ചിരിക്കുക എന്നുണ്ട്. അപ്പോൾ ഓയിൽ ലെവൽ ഫുള്ളായിരിക്കുകയാണ്. കറക്റ്റ് വേണോടാ, ഓയിൽ ലെവൽ ഫുള്ളായിരിക്കുകയാണ്. ഇതിൻ്റെ ആവശ്യമുള്ളൂ. കറക്റ്റ് ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്താണ് എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. അതൊരു 1000 കിലോമീറ്റർ ഓടുമ്പോൾ അല്ലെങ്കിൽ ഒരു 1500 കിലോമീറ്റർ ഓടുമ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. കാരണം ജിക്സറിന് പൊതുവേ ഓയിൽ ലെവൽ കുറയാറുണ്ട്. കാരണം ഇതിൽ ഓയിൽ കൂളിംഗ് നടക്കുന്നുണ്ട്. ഈ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ഇതിൽ എഞ്ചിൻ ഓയിൽ കൂളിംഗ് നടക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓയിൽ ലെവൽ ഒരു സാധാരണ ഒരു 3000 കിലോമീറ്റർ ഓടുമ്പോൾ കുറയാറുണ്ട്. അത് ശ്രദ്ധിക്കാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ പണിയാവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എപ്പോഴും ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തിരിച്ച് ക്യാപ്പ് ഇട്ട് കൊടുക്കാം. തുടച്ച് വൃത്തിയാക്കി കൈ കൊണ്ട് തിരിച്ച് ടൈറ്റ് ചെയ്യുക, ഹാൻഡ് ടൈറ്റ്. എന്നിട്ട് കട്ടിംഗ് പെയർ വെച്ച് ജസ്റ്റ് ഒരു ടൈറ്റ് കൊടുക്കുക, ധാരാളം. ഇതോടെ എഞ്ചിൻ ഓയിൽ ചേഞ്ചിങ് പണി കഴിഞ്ഞു. സർവീസിൻ്റെ സെക്കൻഡ് പാർട്ട് കാണുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ആൽഫിൻ സൈനിങ് ഔട്ട് ഫ്രം മോട്ടോ മാനിയോ. താങ്ക് യു ഗൈസ്.